ഹലോ എവരിവൺ. ഇന്ന് ഈ വീഡിയോയിൽ നമ്മുടെ തൊടികളിലും പറമ്പുകളിലും കേരളത്തിലെ പാടവരമ്പുകളിലും മഴക്കാലത്ത് ധാരാളമായി കണ്ടുവരുന്ന കുടങ്ങൽ അഥവാ മണ്ടൂകപറണി എന്ന് സംസ്കൃതത്തിൽ വിളിക്കുന്ന ഈ ഔഷധദ്രവ്യത്തിൻ്റെ വിശിഷ്ട ഗുണങ്ങളെപ്പറ്റി പ്രതിപാദിക്കാം. സെൻഡല ഏഷ്യാറ്റിക്ക എന്നാണ് ഇതിൻ്റെ ബൊട്ടാനിക്കൽ നെയിം. അംബലിഫെറേസെ ഫാമിലിയിൽപ്പെടുന്നു. ഇതിന് തലച്ചോറിനോട് സാമ്യം തോന്നുന്ന രീതിയിലുള്ള ഇലകളാണ് ഇതിൻ്റെ സവിശേഷത. പച്ച നിറത്തിൽ നിലത്ത് പടർന്നു വളരുന്ന ഒരു സസ്യമാണ് കുടങ്ങൽ അഥവാ സെൻഡല ഏഷ്യാറ്റിക്ക. ഇത് ബുദ്ധിവികാസത്തിനും തലച്ചോറിൻ്റെ പ്രവർത്തനത്തിനും ഉത്തമമായ പങ്കുവഹിക്കുന്ന ഒന്നാണ്. തലച്ചോറിനെ ബാധിക്കുന്ന മിക്ക രോഗാവസ്ഥകളിലും ഇതിന് ഫലപ്രദമായ ഔഷധ ഗുണമുണ്ടെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഇത് മേധ്യഗണത്തിൽപ്പെട്ട ഔഷധമായിട്ടാണ് ആചാര്യന്മാർ നിർദ്ദേശിച്ചിട്ടുള്ളത്. തലച്ചോറിന് ബാധിക്കുന്ന ബ്രെയിൻ സെൽ ഡീജനറേഷൻ നിയന്ത്രിക്കുന്നതിന് ഈ ഔഷധം പ്രത്യേകം സഹായിക്കുന്നു. ഇതിന് ആയുർവേദ പ്രോപ്പർട്ടീസ് മധുരരസവും കഷായ രസവും ചേർന്നതും ലഘുഗുണവും ശീതവീര്യവും മധുരവിഭാഗവും ചേർന്നതാണ്. മേധ്യമാണ് ഇതിൻ്റെ പ്രഭാവം. അതുപോലെ തന്നെ രസായന പ്രോപ്പർട്ടീസും ഉണ്ട്. നിത്യേന ശീലിക്കുന്നത് രസായന സേവ പോലെ ഫലം ചെയ്യുന്നു. ഇനി ഇതിൻ്റെ ഒരു ഔഷധ പ്രയോഗം പറയാം. കുടങ്ങൽ നന്നായി സമൂലം പറിച്ചെടുത്ത് നന്നായി കഴുകി വൃത്തിയാക്കി വെണ്ണ പോലെ അരച്ചെടുത്തത് 1/2 ടീസ്പൂൺ, 10 ഗ്രാം കൽക്കം അരച്ചെടുത്തത് 1/2 ടീസ്പൂൺ വെണ്ണയും ചേർത്ത് ചാലിച്ച് രാവിലെ വെറും വയറ്റിൽ പതിവായി സേവിക്കുന്നത് ബുദ്ധിവികാസത്തിനും ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കുന്നു. പ്രത്യേകിച്ചും കുട്ടികളുടെ ഓർമ്മശക്തി വളരുന്നതിനും പാഠ്യേതര വിഷയങ്ങളിൽ മികവ് പുലർത്തുന്നതിനും ഇത് നിത്യേന നൽകുന്നത് നല്ലതാണ്. വെറും വയറ്റിൽ 10 ഗ്രാം സമൂലം ചെടി അരച്ചെടുത്ത് 1/2 ടീസ്പൂൺ വെണ്ണയും ചേർത്ത് ചാലിച്ച് വെറും വയറ്റിൽ കൊടുക്കണം. നിത്യേന ശീലിക്കണം, പതിവായി ശീലിക്കാവുന്നതാണ്. ഇതിന് യാതൊരു സൈഡ് എഫക്ട്സും ഇല്ലാത്തതാണ്. വളരെ നാച്ചുറലാണ്. മഴക്കാലങ്ങളിൽ നമ്മുടെ പറമ്പുകളിലും പാടശേഖരങ്ങളിലും ധാരാളമായി കണ്ടുവരുന്നു. അല്ലാത്ത പക്ഷം അങ്ങാടിക്കടകളിലും വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. ഇത്തരം ആയുർവേദ അറിവുകൾ ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുമല്ലോ. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ സേവിയർ. ആദ്യം ആയുർവേദം.